കഴിഞ്ഞ കാലത്ത് UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മനുഷ്യനിർമ്മിത ദുരന്തം എന്നുള്ളതൊരു പ്രതിപക്ഷ ആരോപണം മാത്രമായിരുന്നു. ഇവിടെ സർക്കാർ, അതിലെ മന്ത്രിമാർ തന്നെ പറയുകയാണ് ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്. അതിൻ്റെ അപാകതയോ അപകടമോ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ മാറ്റി പറയാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിനും പറയേണ്ടി വരുന്നു, കരാറുകാർ ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും? ലതീഷ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ലതീഷ്, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം, അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ലതീഷ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ലതീഷ് ഇന്നലെ മുഖ്യമന്ത്രി അവിടെ എത്തുകയും അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെല്ലാം വെച്ച് ചെയ്ത വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സന്ദർശിച്ചു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്ന് ശക്തമായ ഏകോപനം മുന്നോട്ട് പോകും വിധത്തിലേക്ക് അവിടെ സജ്ജമായിട്ടുണ്ടോ? അതിൻ്റെ ഒരു പരാജയത്തെ തുറന്ന് സമ്മതിക്കുന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഇന്നലെ അവിടെ വെച്ച് പ്രതികരിക്കേണ്ടി വന്നോ? എന്തായിരുന്നു നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒരു അനുഭവം? ശരത്ത്, തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം ഈ കാര്യങ്ങൾ വിലയിരുത്താൻ. എന്തായാലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ അപകടം നടന്ന ഉടൻ തന്നെ പുറത്തു വന്ന കാര്യമാണ്. എന്നാൽ അതൊരു മനുഷ്യനിർമ്മിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കരാർ കമ്പനിയുടെ തലയിൽ വെച്ച് അതിൽ നിന്നും തടിയൂരാനാണ് മന്ത്രിമാരുൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത്. കാരണം ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയാൻ അവർ ആദ്യം കണ്ടെത്തിയ ഒരു ഉപാധി എന്ന് പറയുന്നത് തുരങ്കപാതയ്ക്കായി എടുത്തിട്ട മണ്ണ് മാത്രമാണ് താഴേക്ക് ഊർന്നിറങ്ങിയത് അല്ലെങ്കിൽ ഒലിച്ചിറങ്ങിയത് എന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞത്. എന്നാൽ പദ്ധതി പ്രദേശത്തെത്തിയപ്പോൾ സ്വാഭാവികമായും അവിടെ എത്തുന്ന ആളുകൾക്ക് മനസ്സിലാകും ഈ പാറയ്ക്ക് മുകളിലുള്ള മണ്ണും മരങ്ങളുമെല്ലാം താഴേക്ക് പതിച്ചു. അതോടൊപ്പം ഈ താഴെയുള്ള മണ്ണും കൂടി ഇതോടൊപ്പം താഴ്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് കേവലം ആ മണ്ണ് മാത്രം, അതായത് മാറ്റിയിട്ട മണ്ണ് മാത്രം താഴേക്ക് പതിക്കുന്ന ഒരു നിലയായിരുന്നില്ല എന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പിന്നീട് മന്ത്രിമാർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് മന്ത്രിമാർ പറഞ്ഞത് പ്രാഥമിക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മുഖ്യമന്ത്രിക്ക് ഇന്നലെ തിരുത്തി പറയേണ്ടി വന്നത്. ഒപ്പം അദ്ദേഹം ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വിചിത്രമായിരുന്നു, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒരു ഒഴിഞ്ഞുമാറ്റം എന്ന് തന്നെ വേണം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് പറയാൻ. കാരണം മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടും അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു മുഖ്യമന്ത്രി ചോദിക്കുന്നത് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. കാരണം അത്രയും വിചിത്രമായൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഒപ്പം മഴ കൂടി വന്നല്ലോ എന്നുകൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. അദ്ദേഹം ആദ്യം ഈ ചോദ്യത്തോട് പ്രതികരിച്ചില്ല. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ നിലയിലുള്ള ഒരു പ്രതികരണം ഇന്നലെ വയനാട് കളക്ട്രേറ്റിൽ വെച്ച് നടത്തേണ്ടി വന്നത്. എന്തായാലും ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ജൂൺ 20 എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ജൂൺ മാസം ആദ്യം കേരളത്തിൽ പൊതുവിൽ കാലവർഷം എത്തുന്ന ഒരു സമയമാണ്. അതിനു മുമ്പ് തന്നെ മാറ്റേണ്ട തോതിലുള്ള വലിയ അളവിലുള്ള മണ്ണാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ജൂൺ മാസം ആകുമ്പോഴേക്കും പരമാവധി മണ്ണ്, അപകടാവസ്ഥയിലുള്ള മണ്ണെങ്കിലും അവിടെ നിന്ന് മാറ്റുകയും ചെയ്യേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ, ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എല്ലാം മേൽനോട്ടത്തിൽ അവിടെ കൃത്യമായി നടപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ അത് നടപ്പാക്കിയില്ല. പിന്നീട് ജൂൺ 20 എന്ന് പറയുമ്പോഴേക്കും മഴ തുടങ്ങി. പിന്നീട് മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് സ്വാഭാവികമായും മണ്ണ് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലതാനും. അതുകൊണ്ട് തന്നെയാണ് ആ മണ്ണ് അവിടെ കൂടിക്കിടന്നത് എന്ന് തന്നെ വേണം ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം പ്രതികരണത്തിൽ നിന്നും ഈ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം ഈ 2 ദിവസം കഴിഞ്ഞ് ഈ അപകടമുണ്ടായ ഇന്ന് 3-ാം ദിവസമാണ്. 2 ദിവസം അതിനു മുമ്പുള്ള 2 ദിവസം തിങ്കളും ചൊവ്വയും എല്ലാം കനത്ത മഴയാണ് വയനാട്ടിലുണ്ടായത്. യെല്ലോ അലേർട്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത് വരെ. ഉച്ചയോടുകൂടിയാണ് അലേർട്ടിൽ പോലും മാറ്റമുണ്ടാകുന്നത്, റെഡ് അലേർട്ടായി മാറുന്നത്. ഈ സമീപ പ്രദേശത്ത് സ്കൂളുകൾ പ്രവർത്തിച്ചു, അംഗനവാടികൾ പ്രവർത്തിച്ചു. ഈ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ തൊഴിൽ മേഖലയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻകരുതൽ ഈ പ്രദേശത്തിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പോലും എടുക്കുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഉൾപ്പെടെ ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. എന്തായാലും ഇനി സ്വാഭാവികമായും വീഴ്ച ഉണ്ടായി എന്നതും വീഴ്ച സമ്മതിച്ചു മുന്നോട്ട് പോവുക എന്നതിനപ്പുറം ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഈ അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിലിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടവും സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചിട്ട് ചെയ്തിട്ടില്ല
എങ്കിൽ വയനാട് പോലുള്ള ജില്ലയിൽ ഇത്തരത്തിലുള്ള അപകടം വരാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. കാരണം ശക്തമായ ലതീഷ് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇത് യഥാർത്ഥത്തിൽ നാടിനോ നാട്ടുകാർക്കുള്ള മുന്നറിയിപ്പല്ല, നാട് ഭരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. കേരളത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കനത്ത മഴക്കാലത്ത് എങ്ങനെയൊക്കെ ഓരോ പ്രദേശത്തെയും സംരക്ഷിക്കണം എന്നതിൽ അലംഭാവം കൂടാതെ പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ ഒരു സർക്കാരിന് കിട്ടുന്ന മുന്നറിയിപ്പാണ് കള്ളാടി എന്നുള്ളത് സർക്കാർ തിരിച്ചറിയണം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരിച്ചറിയണം. അവിടെ മുഖ്യമന്ത്രിയുടെ സംസാരം ജനങ്ങളെ രോഷാകുലരാക്കും വിധത്തിലായിപ്പോയി എന്നാണ് മിനി രാജൻ പറയുന്നത്. അതിഥി തൊഴിലാളികളും മനുഷ്യരാണ്, സർക്കാരിൻ്റെ വീഴ്ചയാണിത്, മഴയ്ക്ക് മുൻപേ ശ്രദ്ധിക്കണമായിരുന്നു. അത് ശരിയാണ്. ജൂൺ മാസം 20-നാണ് ഇതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ജൂൺ മാസം 20 എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല മഴ തുടങ്ങി 2-3 ആഴ്ച പിന്നിട്ടതിന് ശേഷം ഈ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്രമാത്രം എന്താണ് അതേക്കുറിച്ച് പറയേണ്ടത്? അത് ഒരു തരത്തിൽ മുൻ അനുഭവത്തിൽ നിന്ന് ചെയ്യാനേ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ്. സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷത്തെത്തി, പ്രതിപക്ഷം ഭരണപക്ഷത്തെത്തി. അതുകൊണ്ടാണ് ഈ സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം. പ്രത്യേകിച്ച് ഒരു സർക്കാർ വന്നിട്ട് 2 മാസം ആകുന്ന സമയമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം ഒക്കെ ജനങ്ങൾ വിലയിരുത്തും എന്നതും പ്രധാനമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സർജൻ അതേക്കുറിച്ച് പറയുന്നത് ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ വലിയ വീഴ്ച, അല്ലെങ്കിൽ ആ സംവിധാനത്തിലേക്ക് കേരളം മികവോടെ എത്തിയതിൽ നിന്ന് നമ്മളൊരു പിന്നോട്ട് പോക്ക് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭരണ സംവിധാനത്തിൽ, ആ കാര്യക്ഷമതയിൽ എന്നുള്ളതാണ്. ആ വലിയ വീഴ്ചയാണ് കള്ളാടിയിൽ നടന്നത് ഇന്ന് കേരളം തിരിച്ചറിയുന്നു എന്നാണ് സർജൻ അതേക്കുറിച്ച് എഴുതുന്നത്. ഞാൻ ലതീഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിലെത്തി. ഒറ്റ കാര്യം കൂടി ലതീഷ്, മുഖ്യമന്ത്രി അതിവേഗം ഹെലികോപ്റ്ററിലെത്തി, 2 മന്ത്രിമാർ വിവരമറിഞ്ഞ് ചൊവ്വാഴ്ച ഹെലികോപ്റ്ററിൽ അവിടെ എത്തി. ഇന്ന് പ്രതിപക്ഷ നേതാവ് അവിടേക്ക് എത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു. അതനുസരിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് കാണാൻ പോകുന്നു. പക്ഷേ മിനിമം കോൺഗ്രസ്സുകാരെങ്കിലും പരസ്പരം ചോദിക്കുന്നുണ്ടോ നമ്മുടെ MP എപ്പോൾ എത്തുമെന്ന്? തീർച്ചയായും ശരത്ത്, ആ നിലയിൽ ഇന്നലെ അവർ വരുമെന്നുള്ള ഒരു അഭ്യൂഹം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ അവർ നേരിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനേതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണമൊന്നും അവർ നൽകുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ ഓൺലൈനായി പ്രിയങ്ക ഗാന്ധി MP പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ MP സ്ഥലത്ത് എത്തേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു ജനപ്രതിനിധികൾ, വയനാട്ടിലുള്ള ജനപ്രതിനിധികളും മുൻ മന്ത്രിമാരടക്കമുള്ള PM മുഹമ്മദ് റിയാസ്, തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം. PM മുഹമ്മദ് റിയാസ് വന്നു, മുൻ റവന്യൂ മന്ത്രി K രാജൻ വന്നു, VK സനോജ് MLA വന്നു. അത്തരത്തിൽ യുവജന സംഘടനകളുടെ നേതാക്കളും ജനപ്രതിനിധികളുമായ ആളുകൾ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ വയനാട്ടിലേക്ക്, ഈ സംഭവ സ്ഥലത്തേക്ക്, ദുരന്തമുഖത്തേക്ക് എത്തുമ്പോൾ വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധി ഇതുവരെ നേരിട്ട് സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരി ലതീഷ്.